പുലരി കനലിൽ വിരിയും പൂക്കാലം ഇതൾ വിരിയും ചിരി തൻ മധുരം ഒളികണ്ണാൽ നോക്കും മൗനം പറയാതറിയും മൊഴികൾ തുടികൊട്ടും നെഞ്ചിലെ താളം വന്നു പുതു പുലരി ചേട്ടൻ പറ. എടാ അർജുനെ, ഈ പ്രണയം എന്ന് പറയണതേ അതൊരു ബസ് പോലെയാണ്. സമയത്തിന് കൈ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പോവും. നീ ഇപ്പോൾ തന്നെ അവളോട് പറ, അല്ലെങ്കിൽ അവളെ വേറെ പയ്യന്മാർ കൊണ്ടുപോകും. ഓക്കെ ഏട്ടാ, ഇത്രയും പറഞ്ഞ ശരിക്ക് എന്തായാലും നീ ഞാൻ പോയി പറയും. അത് ശരി, രണ്ടെണ്ണം കൂടെ എന്നെ കൂട്ടാതെ ഇവിടെ ചായ കുടിച്ച് കളിക്കുകയാണല്ലേ? എപ്പോൾ വരും? സീരിയസ് ഡിസ്കഷൻ ആണല്ലോ, എന്താ സംഭവം? കേക്കട്ടെ, കാര്യം പറ. അതൊന്നുമില്ല ഏട്ടാ, അവളെ പ്രപ്പോസ് ചെയ്യാനുള്ള ടിപ്സ് എനിക്ക് പറഞ്ഞു തരുമല്ലോ പുള്ളി. ആര്? യവൻ നിനക്ക് പ്രപ്പോസ് ചെയ്യാൻ ടിപ്സ്? അതിൻ്റെ ഏട്ടാ അങ്ങനെ ടോക്ക്? അല്ല, 2 കൊല്ലത്തോളം ഒരു പെങ്കൊച്ചിനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി മാത്രം സമയം കളഞ്ഞവനാണ് നിനക്ക് ലവ് ആൻഡ് ഡ്രങ്ക്സ് കോച്ചിങ് തരുന്നത്. അവൻ്റെ അടുത്ത് നിന്ന് തന്നെ കോച്ചിങ് എടുക്കുന്ന നിന്റെ ഗതികേട് ആലോചിച്ചിരിച്ചു പോയതാ. വന്നോട്ടെ വന്നോട്ടെ ഞാൻ നിന്റെ പിന്നാലെ വന്നോട്ടെ ഞാൻ കൂട്ടിലതലയുന്ന നാൾ നിഴലിനു സബ്ബായി വന്നോട്ടെ ഞാൻ കേറുന്ന ബസ്സിൽ പോകുന്ന റൂട്ടിൽ കാറ്റുള്ള വഴിയിലെ അത്താണി തണലിൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഹാർട്ട് ഫുള്ളി ഡസ്പല്ലേ ഒന്നിച്ചു പോയതു കളറാക്കി മാറ്റേണ്ടേ നറുമിണ്ടി ഇട്ടുന്ന നാരങ്ങ കലക്കിട്ട് നുണയാൻ പെണ്ണെ നീ വായോ വട്ടത്തിൽ ഇട്ടൊരു മേശടയപ്പുറം പഞ്ചാരമിണ്ടാനായി വായോ വായോ. If this stays a fantasy still, then call me Cameron the Great. If following you is an art, then I am the artist, baby. ആർട്ടിസ്റ്റ് ബേബിയാ? ആർട്ടിസ്റ്റ് ബേബി അല്ല, ഐ എം ദി ആർട്ടിസ്റ്റ് ബേബി. ഈ ആർട്ടിസ്റ്റ് ഇതൊക്കെ സ്റ്റോക്കിംഗ് ആണ്. എന്നാലും കുഴപ്പമില്ല. അയ്യോ, അത് ശരി. പിന്നെ അല്ലാണ്ട് എനിക്കൊരു കാര്യം അറിയോ, അവൾക്ക് വേണ്ടി ഈ കൗണ്ടറിലെ മാംഗോ ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. അത് കുടിക്കാനായിട്ട് അവൾ മിക്കവാറും ഇവിടെ വരാറുണ്ട്. അവളെ കാണാൻ വേണ്ടി ഇവൻ എന്നെയും കൂട്ടി വരും. അങ്ങനെ വന്നാണ് ഞങ്ങൾ ഈ കഫറ്റീരിയയിലെ സ്ഥിരം കുറ്റികളായത്. എന്നിട്ട് ഒരു ദിവസം ചെറുക്കൻ അങ്ങ് ഉറപ്പിച്ച് ഇന്നെന്തായാലും അവളെ നോക്കി പ്രപ്പോസ് ചെയ്യും. വീട്ടിൽ നമ്മുടെ കണ്ണാടിയുടെ മുന്നിൽ വെച്ചിരുന്ന് ഭയങ്കര പ്രാക്ടീസൊക്കെ ചെയ്ത് എന്തൊക്കെ ഡയലോഗൊക്കെ പറഞ്ഞാൽ നമുക്ക് പോലും അറിഞ്ഞൂടാ. അങ്ങനെ ഒരു ഡയലോഗൊക്കെ സെറ്റാക്കി അന്നൊരു ഓഗസ്റ്റ് 15-ാം തീയതി അവൾ ഓഫീസ് അവധി ആയതുകൊണ്ട് ഇവിടെ വരുന്ന ചെറുക്കനങ്ങ് ഉറപ്പിച്ചു. അങ്ങനെ അവളെയും കാത്ത് ഇവിടെ വന്ന് നിന്നവൻ. ஹே அண்ணா, உங்ககிட்ட சொல்லி ஆகணும், நீ அவ்வளோ அழகு. நான் எதுவும் தமிழும் வேண்டாம். ஹே அண்ணா, ஐ லவ் யூ. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എടാ, നീ എന്താ ഇവിടെ? അതെ, ഇന്ന് ബമ്പിളി പരിചയപ്പെട്ട ഒരു പെങ്കൊച്ച് വരാമെന്ന് പറഞ്ഞായിരുന്നു. അവളെ കാണാനായി വന്നതാ. ഓളടിച്ചല്ലോ. എടേ കണ്ണു വെക്കാടേ. നടക്കട്ടെ, ഓൾ ദി ബെസ്റ്റ്. പോവണ്ടേ? ഈ പണ്ടാരം പിടിച്ച പണി തീരണ്ടേ? ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് എനിക്ക് പണി തന്നുകൊണ്ടിരിക്കും. അന്ന എന്താ എന്താ
ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. അന്ന് അവിടുന്ന് ഇറങ്ങി ഓടിയതാണ് നിന്റെ ഉപദേശിച്ചാണ്. ശരിക്കും ശരിക്കും അതവിടെയും തീർന്നില്ല. ഹാപ്പി ഓണം. ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ഹാപ്പി ഗാന്ധി ജയന്തി. ഹാപ്പി ദിവാലി. ഹാപ്പി ചിൽഡ്രൻസ് ഡേ. ഹാപ്പി മെൻസ് ഡേ. അതെ, ഹാപ്പി ക്രിസ്മസ്. എന്റെ കണ്ണാടി കണ്ണിൽ മിന്നുന്നതാര, പെണ്ണെ നിൻ ചുണ്ടിലെ ചിരി കണ്ടിട്ടാര, പഞ്ചാരപ്പൂ പോലെ നീ വന്നപ്പോൾ നെഞ്ചിലെ ട്രാഫിക് ബ്ലോക്കായല്ലോ. ചന്ദനക്കുരു തൊട്ടു നീ വന്ന ചെന്തെങ്ങു തളിർക്കും കുളിരുള്ള മണ്ണിൽ നിന്നെയൊന്ന് കണ്ടാൽ മതി എന്റെ ഉള്ളം ഇടിവെട്ടു പോലൊരു പാട്ടാകുമല്ലോ. എടാ എടാ പെണ്ണെ നിന്റെ പിന്നാലെ ഞാൻ ഓടി തളർന്നു പോയല്ലോ. ആറ്റം ബോംബ് പോലെ നെഞ്ചുലയുന്നു, നീ ഒന്ന് മിണ്ടിയാൽ മതിയായിരുന്നു. December 31st, final day of the year. No more wishes. Straight to the proposal. ആ എനിക്കൊന്ന് കാമദേവ, ഇതുവരെ കഴിഞ്ഞില്ല. കുറെ നാളായല്ലോടെ എന്റെ ബമ്പിൾ ബീക്ക് ഇതുവരെ നിന്നെ കാണാൻ തോന്നിയിട്ടില്ല. എടാ ഇത്രയും നാളും അവൾക്ക് അവളുടെ അമ്മൂമ്മയ്ക്ക് വയ്യായിരുന്നു, അപ്പം വരാൻ പറ്റിയില്ലായിരുന്നു. സോ ഇന്ന് എന്തായാലും വരും. ഇന്ന് വരുവോ? വന്നാ ഭാഗ്യം. എടേ അവിടെ ഇരിക്കുന്നു, നീ ചെല്ലേ, ഞാൻ ഇവിടെ ഇരിക്കാം. പറയുമോ ഡേയ്, ഈ പെങ്കൊച്ചനെ കാണാൻ വേണ്ടി വാടിയ പൂവായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അന്ന ഓ താനോ? എന്താടോ എന്താ? താൻ ഇന്നും എന്തെങ്കിലും പറയാൻ വന്നായിരിക്കും അല്ലേ? എന്താന്ന് വെച്ചാൽ പറഞ്ഞിട്ടോ. ഓ ന്യൂ ഇയർ ആണല്ലോ, അപ്പം ഹാപ്പി ന്യൂ ഇയർ പറയാൻ വന്നായിരിക്കും. എന്താന്ന് വെച്ചാൽ പറഞ്ഞിട്ട് എണീറ്റ് പോടോ. 2 കൊല്ലായില്ലേ താൻ എൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. ഓ ഇങ്ങനെയുണ്ടൊരു മനുഷ്യൻ. അല്ല അതല്ല, ആ ജിതിൻ, എനിക്കൊന്നും വേണ്ടത്. ഏയ് എനിക്കൊന്നും വേണ്ടടോ. ഇല്ല വേണ്ട.
വൈകി പോയില്ലേ? ഹൃദയത്തിൻ വാതിൽ തുറക്കാൻ വയ്യാതെ അധികമാം അഗതിയായി അകലുന്നു പതിയെ. താനെ തുറക്കില്ല വാതിലെന്നറിഞ്ഞിട്ടും മുട്ടുവാൻ വൈകിയത് ആരുടെ തെറ്റോ? എന്തൊരു ശാപമെന്നെഞ്ചിലെ മോഹങ്ങൾ പറയാൻ വെമ്പിയ പ്രണയമെന്നോകൾ. കേട്ടില്ല നീ പറഞ്ഞില്ല ഞാനും കേൾക്കതുമില്ല ഇനിയാരും. അതൊരു പാപമെന്നാരോ വിധിച്ചില്ലേ? കണ്ണീരൊതുക്കി നടന്നു വീച്ചിൽ ഉള്ളിലെ സ്നേഹം നോവായി ഒതുങ്ങുകയായി. എന്റെ കിനാക്കളെ പിന്നെന്താ സംഭവിച്ചത്? പിന്നെ അന്ന ചേച്ചിയെ കാണാൻ പോയില്ലേ? ഇല്ല, കാണാൻ പോയിട്ട് അവിടെ ഒരു 10 കിലോമീറ്റർ റേഡിയസിൽ പോലും ഇവനെ കണ്ടിട്ടില്ല. പേടിയായിരുന്നു ഇതിന്. എന്നിട്ട് കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഇരിക്കും ഞങ്ങളൊരു ദിവസം ഇവിടെ വീണ്ടും ചായ കുടിക്കാനായിട്ട് വന്നു. അന്ന് ഇവിടെ ഒരു ബ്രൈറ്റ് ടു ബി ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. രണ്ടടേ ബമ്പിൾ വാല രാജകുമാരൻ ഡെഡിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് യവനെ കണ്ടുപിടിക്കാം. എത്ര കാലമായി ഒരു റോസാപ്പൂ പോയിട്ട് ഇവിടെ വന്നിരിക്കുന്നു. നമസ്കാരം. ആകാശമാകെ തിരിനീട്ടി നിൽക്കൊണ്ടേ ആരാരും കാണാതെ ഒരു കൂട്ടു തേടുന്നുണ്ടേ. ചിരിമായ തരാവുകൾ കൊണ്ടു നാം മൂടുന്നുണ്ടേ. ഇതുപോലെ നാളുകൾ വേറെയില്ലെന്നു പോറ്റുന്നുണ്ടേ. ഇവിടെ എന്തോ ഫംഗ്ഷൻ നടക്കാൻ പോവാ, തിരിച്ചു പോവാ. എന്തോ ഫംഗ്ഷൻ അല്ല, അവളുടെ ബ്രൈറ്റ് ബി. നീ എങ്ങും പോകുന്നില്ല, ഇവിടെ ഇരിക്കും. ശരിയാവില്ല. അവിടെ ഇരിക്കുക. എത്ര നാൾ നീ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? കുറേ നാളായി ഞാൻ ശ്രദ്ധിക്കുന്നു. അതെ, ഇതെന്തായാലും നീ കാണണം. ഇത് കണ്ട് നിന്റെ മനസ്സൊന്ന് കലക്കിയെടുക്കുക. അത് ക്ലിയർ ചെയ്താലേ നീ പഴയ നീ ആവത്തുള്ളൂ. അത് നീ മനസ്സിലാക്കും. എന്ത് ശരിയാവത്തില്ലെന്ന്? എത്ര നാൾ നീ ഇങ്ങനെ മുന്നോട്ട് പോകും? ഇരിക്കവിടെ. ആദ്യം ഇത് കാണാനുള്ള ശക്തി നീ ഉണ്ടാക്കിയെടുത്ത്. എന്തായാലും ചായ കുടിക്കാൻ വന്നതല്ലേ, ചായ കുടിച്ചിട്ട് പോയാൽ മതി. ഇരിക്കവിടെ. ചായയല്ലേ?
കേക്ക് കല്യാണം ആയില്ലേ? അത് ചേട്ടാ കല്യാണമായി. ഇല്ലാണോ കല്യാണം? അതെ, ഇവളുടെയാണ് കല്യാണം. അപ്പൊ ജിതി മാട്രിമോണി? അത് അവള് വരാൻ താമസിച്ചപ്പം ഞാൻ അവൾക്കൊരു കമ്പനി കൊടുത്തന്നേ അവൾ. തനിക്കന്ന് ഞാൻ പറഞ്ഞ സങ്കടമായാലോ? അല്ല, സങ്കടമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. 2 കൊല്ലം ഹാപ്പി ന്യൂ ഇയറും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ പറഞ്ഞ് സമയം കളഞ്ഞതൊക്കെ. ക്ഷമിക്കുന്നതിനൊരു പരിധിയില്ലേ? ഞാനാണെങ്കിൽ താൻ ഇന്ന് പറയും നാളെ പറയുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുമ്പോൾ താൻ അന്ന് വന്ന് വെറുതെ എന്തെങ്കിലും വിഷയം എടുക്കും. ഇനിയിപ്പം ഇത്രയും കാലം താൻ എൻ്റെ പുറകെ നടന്ന വിഷയത്തില്ലേ, ഇന്ന് ഞാൻ തന്നെ അങ്ങോട്ട് വിഷയം ഇപ്പൊ തരാവേ. ഹാപ്പി വാലന്റൈൻസ് ഡേ. പായുന്ന കാലം വഴിമാറി നിൽക്കുന്ന നേരം, പഞ്ചാര വെയിലിൽ കുളിർ ചേരുന്ന തീരം, ആകാശമാകെ ബീച്ചല്ലേ? അതാണ് മോനെ അർജുനെ ഞാൻ നിന്നോട് പറഞ്ഞത്. മനസ്സിൽ പ്രണയം ഉണ്ടെങ്കിൽ അത് സമയത്തിന് പറയണം, അല്ലെങ്കിൽ എന്നെ പോലെ കലണ്ടർ നോക്കി വിഷമിച്ചിരിക്കേണ്ടി വരും. പിന്നെന്ത് സംഭവിച്ചു? പിന്നെന്ത് സംഭവിക്കും? എല്ലാ പ്രേമത്തിലും സംഭവിക്കുന്ന പോലെ ഇവിടെയും സംഭവിച്ചു. തേച്ചിട്ട് പോയാ? എടാ, നിന്റെ പെങ്കൊച്ചല്ലേ പോണ്? ഞാനൊന്ന് പോയി പറയട്ടെ. പെട്ടെന്ന് വരാം. ഇപ്പൊ പോയാൽ പെട്ടെന്ന് നോയി മേടിച്ച് വരാം. ചെല്ലു ചെല്ലു. കമോൺ ബൈ ബോയ്, യു ഹാവ് ദ കോൺഫിഡൻസ്. ഗോ. അല്ല, നീ എന്താ പറയാൻ പോണേ? അതൊരു ഐറ്റം ഉണ്ട്, അവിടെ ചെന്ന് നടക്കാൻ ഞാൻ. അയ്യപ്പാ, അടിവിടാതെ നോക്കണേ. എന്ത് നോക്കിയേക്ക രണ്ടെണ്ണം കൂടെ? അതോ, നമ്മുടെ അർജുനല്ലേ, ആ കൊച്ചിനോട് ഇഷ്ടം പറയാൻ പോവാ. നമ്മളത് നോക്കി നിൽക്കുകയായിരുന്നു. അല്ലടാ? ഓൻ ചരിത്രം ആവർത്തിക്കോ? ഏയ്, അതെ, ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാൻ പോവാൻ. അതെ, എനിക്കും ഒരു കാര്യം പറയാനുണ്ട്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അവ മറന്നിട്ടില്ല. മറക്കേ, എനിക്ക് വീട്ടിലേക്ക് വരണ്ടേ? ഇവിടെ നിന്നല്ലേ എല്ലാം തുടങ്ങിയത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഫസ്റ്റത്തെ വിഷ് ചെയ്യാൻ വിചാരിച്ചു. അതല്ലേ അതിൻ്റെ ഒരു ബ്യൂട്ടി. പൂവാക പൂത്ത പോലെ നെഞ്ചിൽ പൊൻതിരി തെളിച്ചോളേ, വെയിലും മഴയും ഒരേ വീഴ്ചയിൽ പെയ്യുമ്പോൾ കൂട്ടിനു കൂടെ ചൂടാൻ മേൽ പറഞ്ഞോൻ വിധിച്ചോളേ. കൈകൾ കോർത്തു വഴിയാത്രേ, കാലം തീരും കാലത്ത്